കണ്ണൂരിൽ ശക്തനായ നേതാവ്. അങ്ങനെ ഒരാൾ പിണങ്ങി ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിനെ വിട്ടുപോകാമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. CPM-നെ പോലെ ഒരു പാർട്ടിക്ക് ഒരു ഭരണ തുടർച്ച ഇനിയും കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷേ സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും തകർക്കപ്പെടാൻ പോലും സാധ്യതയില്ലാത്ത ഒരു നേട്ടമായിരിക്കും അവർ കൊയ്യാൻ പോകും. നിഷ്പക്ഷമായി എടുക്കേണ്ട തീരുമാനങ്ങൾ, വ്യക്തി താല്പര്യങ്ങളും മറ്റു സാധനങ്ങളും വന്നത് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ വലിയ രോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പൊട്ടിത്തെറിച്ച് വന്നതാണ് കണ്ണൂരിൽ നമ്മളിപ്പോൾ കണ്ടത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും അതേസമയം ഭാവിയിൽ കേരളത്തിൽ ഇത്തരം വികസനങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള വളരെ നിശബ്ദമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ചേർത്ത് വന്നപ്പോൾ ഒരു മത്സരം ഒന്ന് ഘടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസും BJP തമ്മിലുള്ള ഒരു മത്സരത്തിൽ നേരത്തെ വളരെ ഈസി വാക്കറെന്ന് പറഞ്ഞെങ്കിൽ അത് മാറി കോൺഗ്രസിന് ഒരു ഫൈറ്റ് വന്നിട്ടുണ്ട്. UDF-ൻ്റെ പണ്ടത്തെ UDF അല്ല ഇപ്പോഴത്തെ UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ അവർ ദൃഢതയോടുകൂടി അഭിപ്രായങ്ങൾ പറയുകയും അതിനകത്തിൽ ആ പറയുന്ന അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. നമസ്കാരം, വോട്ടേഴ്സ് ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം വളരെ 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 ഉദ്വേഗജനകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. അടുത്ത 5 വർഷം ആരായിരിക്കും കേരളം ഭരിക്കുക? ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടുമോ? 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക് എത്തുമോ? BJP-ക്ക് അതായത് NDA-ക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ സാധിക്കും ഈ തിരഞ്ഞെടുപ്പിൽ? കാര്യങ്ങൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണോ പോകുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ AC റജി, കേരള കൗമുദി രാഷ്ട്രീയകാര്യ ലേഖകൻ ശ്രീ ശ്രീകുമാർ പണിരേത്ത്. ഇരുവർക്കും നമസ്കാരം, സ്വാഗതം വോട്ടേഴ്സ് ചോയ്സിലേക്ക്. എന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളൊക്കെ തന്നെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ലിയോ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM-ലായാലും കോൺഗ്രസ്സിലായാലും സംഘർഷഭരിതമായൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അത് ഇന്നലെ സുധാകരൻ്റെ പ്രഖ്യാപനത്തോടുകൂടി കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏറെക്കുറെ ആയെന്ന് പറയാം. ഓക്കെ, നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് സുധാകരൻ സ്വതന്ത്രനായി വരുമോ, റിബലാവുമോ, സുധാകരൻ കോൺഗ്രസിന് തലവേദനയാവുമോ എന്നൊക്കെയുള്ളതായിരുന്നു. പക്ഷേ അവസാനം രാത്രി വരെ നീണ്ട നാടകങ്ങൾക്കൊടുവിൽ സുധാകരൻ തന്നെ പാർട്ടിയാണ് വലുതെന്ന് പറഞ്ഞ് അതിനൊരായി വരുത്തിയിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന് വലിയൊരു ആശ്വാസമാണ് ഉണ്ടായത്. കാര്യം വെച്ചാൽ സുധാകരനെ പോലെ KPCC-യുടെ മുൻ പ്രസിഡൻറ്റും പാർട്ടിയുടെ ഏറ്റവും സീനിയറായ ഒരു നേതാവും, അത് കണ്ണൂരിൽ ശക്തനായ നേതാവ്, അങ്ങനെ ഒരാൾ പിണങ്ങി ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിനെ വിട്ടുപോകാമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. അത് ഒഴിവാക്കി. അതിൽ സീനിയർ ലീഡേഴ്സായ ആൻ്റണിയും മല്ലികാർജുൻ ഖാർഗെയൊക്കെ ഉള്ള ഇടപെടൽ നടത്തിയതാണ്. എന്തോ ഓഫർ കൊടുത്തിട്ടുണ്ട്, അതാണ് സുധാകരൻ തൽക്കാലം അടങ്ങിയത്. അല്ലാതെ അടങ്ങുന്ന ഒരാളല്ല. എന്തൊക്കെയോ ചില വാഗ്ദാനങ്ങൾ നൽകി സുധാകരനെ ഭരിക്കിയിട്ടുണ്ട്. അത് പക്ഷേ കോൺഗ്രസ്സിന് ഗുണകരമായി. കാര്യം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇലക്ഷനിൽ ശ്രദ്ധിച്ച് ഇപ്പോൾ ഉള്ള ഒരു ഭരണം പിടിക്കാമെന്നുള്ള ഒരു സാധ്യത, അത് എത്രത്തോളം നന്നായി വർക്ക് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ അത് വിശ്വാസം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ UDF-ന് ഇപ്പോഴും ഒരു ഒരു നേരിയ അപ്പറാൻഡെങ്കിലും UDF-ന് ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ സ്ഥിതി. നമ്മൾ ഈ LDF-ലേക്ക് പോകുമ്പോൾ ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പിണറായി 3.0 അത് സാധ്യമാകുമോ എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അവിടെയും ഒരു സുധാകരൻ പ്രശ്നമുണ്ടാക്കി റിബലായി മാറിക്കഴിഞ്ഞു. അദ്ദേഹം റിബലായി മാറി. അതിനോടൊപ്പം തന്നെ കണ്ണൂരിൽ പാർട്ടിയുടെ കോട്ടയിലൊക്കെ തന്നെ വലിയ പൊട്ടിത്തെറികളൊക്കെ നടന്നു. അതൊക്കെ തന്നെ എത്രത്തോളം നിലനിൽക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. LDF ക്യാമ്പ് എത്രത്തോളം സുസജ്ജമാണ്? ആമുഖമായിട്ട് നമ്മൾ ഈ LDF ക്യാമ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ UDF ക്യാമ്പിനെ കുറിച്ചോ പറയുന്നതിന് മുമ്പ് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഭരണ തുടർച്ച വന്നു. ആ ഭരണ തുടർച്ച നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് LDF നടത്തുന്നത്. പ്രത്യേകിച്ച് CPM-നെ പോലെ ഒരു പാർട്ടിക്ക് രാജ്യത്ത് തന്നെ ഇപ്പോൾ അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്ന ഏക സംസ്ഥാനം കൂടെയാണ് കേരളം. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു ഭരണ തുടർച്ച ഇനിയും കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷേ സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും തകർക്കപ്പെടാൻ പോലും സാധ്യതയില്ലാത്ത ഒരു നേട്ടമായിരിക്കും അവർ കൊയ്യാൻ പോകുന്നത്. UDF-നെ സംബന്ധിച്ച് ഇതെന്ന് പറയുന്നത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം 10 വർഷം അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ഒരു മുന്നണിക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അവർക്ക് തൊട്ട് മുമ്പുള്ള കുറച്ച് തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ ഇതിന് ഭയങ്കര കരുത്ത് പകരുന്ന ഫലവുമാണ് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ളത്.
മൂന്നാമതൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ ഡി എ എന്ന് പറയുന്നത് അവർ അധികാരത്തിൽ വരുമെന്നുള്ള വ്യാമോഹമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ അവരുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനവും അതിനുശേഷം അവർക്കുണ്ടായ വളർച്ചയും ഇനി കൈവരിക്കാൻ പറ്റുന്ന വോട്ടിനകത്തിലുണ്ടാക്കാവുന്ന നേട്ടവും അതാണ് അവർ വളരെ ദൂരവ്യാപകമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളിതിനെ വിലയിരുത്തേണ്ടത്. ഈ തൊട്ട് മുൻപ് വരെ അതായത് കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് മുമ്പ് വരെ ടീം UDF എന്നുള്ള രീതിയിലായിരുന്നു UDF നിന്നത്. അവർക്ക് പ്രശ്നങ്ങളേ ഇല്ല, അവർ എല്ലാം സുസജ്ജമായിട്ട് കാത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുമ്പം അവർ എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കുക എന്നുള്ളത് അവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ LDFിൽ ഉണ്ടായ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അവരൊരിക്കലും ഈ പാർട്ടിയിൽ നിന്നോ മുന്നണിയിൽ നിന്നോ വിട്ടുപോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അവരെന്നല്ല ജനങ്ങളും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാരുടെ പെട്ടെന്നുള്ള മാറ്റം ആ മുന്നണിയെ നന്നായിട്ടൊന്ന് ഉലച്ചിട്ടുണ്ട്. അല്ല, നന്നായിട്ടൊന്നല്ല ശ്രീമാർ, അത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കണ്ണൂർ CPM ഒരു തിരിച്ച് ഒരു ചോദ്യം ചെയ്യാനില്ല. അല്ല, ഞാൻ വരുന്നതിലേക്കാണ്. അതായത് അവിടെ ഉലച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം പുറമേ ഇപ്പോൾ അതിൻ്റെ നേതാക്കളെല്ലാം വളരെ ആത്മവിശ്വാസവും ഭയങ്കര തെരഞ്ഞെടുപ്പിൽ വിജയം നേടുമെന്നുള്ള ഉറച്ച വിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ പോലും ഉണ്ടാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ മാറിയിരിക്കുന്ന 2-3 പ്രധാനപ്പെട്ട നേതാക്കളെന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ വേറുള്ളവരാണ്. അവർ ഒരു രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലുള്ളവരല്ലെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ വേറുള്ളവരാണ്. ഇപ്പോൾ അമ്പലപ്പുഴയിൽ G. സുധാകരൻ എന്ന് പറയുന്നത് ഒരു നിർണായകമായ ആലപ്പുഴ ജില്ലയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കരുത്തുറ്റ മുഖങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്ന ആളാണ് G. സുധാകരൻ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അനുയായി വൃന്ദം കൊണ്ടുപോകാൻ UDF ഇത്തിരി പാടുപെടും. ഇന്ന് തന്നെ പത്രസമ്മേളനം കണ്ടു. ഇതിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം. രണ്ടാമത് ഇപ്പോൾ PK ശശിയെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച് പാലക്കാട്ട് തൻ്റേതായിട്ടുള്ള ഒരു വലിയ വൃന്ദത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ ശശിയുടെ മാറ്റം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഈ വീഴുന്ന വോട്ടുകളിൽ കുറേയൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പം അവരുടെ വിജയസാധ്യതയാണ് ബാധിക്കുന്നത്. അതുപോലെ കുഞ്ഞികൃഷ്ണൻ വിഷയം എന്ന് പറയുന്നത് ഒരു നിസ്സാരമല്ല, ഗുരുതര വിഷയമാണ്. അത് പയ്യന്നൂരിൽ നിസ്സാരമായി തള്ളിക്കളയാവുന്ന വെച്ചാൽ CPMന് ഒരിക്കലും ഒരു എതിർ ശബ്ദം പോലും ഇലക്ഷനിൽ ഉണ്ടാകാത്തൊരു മണ്ഡലമാണ്. CPM കാൻഡിഡേറ്റ് വൻഭൂരിപക്ഷം ജയിക്കും, അത്രയും ഉറപ്പുള്ള മണ്ഡലം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു അധികാര ശ്രേണി ഇരിക്കുന്ന ഒരു നേതാവായിരുന്നില്ല. സാധാരണക്കാർക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുകയും ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരെന്ന അവിടുത്തെ പാർട്ടിക്കാർ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ പോക്കെന്ന് പറയുന്നത് ജനങ്ങളെ 2 പ്രാവശ്യം ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ഇലക്ഷന് മുമ്പ്. അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തതിനെതിരെ അവിടെ ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ, ഈ വിവാദങ്ങളും അത്ര ചെറിയ കാര്യമല്ല. കാരണം ഈ PK ശ്യാമള യോഗ്യയാണോ എന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ മുൻകാല ചരിത്രം വെച്ച് നോക്കുമ്പോഴും പ്രവർത്തന രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ യോഗ്യതയാണ്. പാർട്ടിയിൽ പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ പല കാര്യങ്ങളിലായിട്ട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ആക്ഷേപങ്ങളുടെ എല്ലാം മൊത്തത്തിൽ ആകത്തുകയായിരിക്കും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. പിന്നെ അതുകൂടാതെ ഇനിയും നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ നവീൻ ബാബു സംഭവം അതിൻ്റെ അന്വേഷണമൊക്കെ കഴിഞ്ഞ് മടക്കി കെട്ടിയൊരു കേസ് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് അസ്വസ്ഥതകളുടെ ഒരാകത്തുകയായിരിക്കും മറ്റൊരു കേസും LDFന്റെ വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ കുടുംബമാകെ സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുപോകാൻ. അതല്ല, ഇത്തരം സാധാരണ ഒരു നിഷ്പക്ഷമായി എടുക്കേണ്ട തീരുമാനങ്ങൾ, വ്യക്തി താല്പര്യങ്ങളും മറ്റു സാധനങ്ങളും വന്നത് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ വലിയ രോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പൊട്ടിത്തെറിച്ച് വന്നതാണ് കണ്ണൂരിൽ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇത് പാർട്ടി എങ്ങനെ അത് ടാക്കിൾ ചെയ്യും, എങ്ങനെ അവർക്ക് അത് അനുകൂലമായി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഒരുപാട് എന്താ പറയുക വേർപ്പൊഴുക്കേണ്ടി വരും. അവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ എനിക്ക് അറിയാൻ താല്പര്യമുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ, എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അടിത്തട്ടിൽ വേരോട്ടമുള്ള കേഡർ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടി. അവിടെയാണ് എന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം പറയുന്നതിനനുസരിച്ച് അടിത്തട്ടിലെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നു, അത് പ്രാദേശിക ഘടകങ്ങൾ പ്രവർത്തിക്കുന്നു, താഴെ നിന്ന് നിർദ്ദേശം വന്നാൽ മുകളിലേക്കും എത്തുന്നു. അപ്പോൾ ആ ഒരു ഫ്ലോ കറക്റ്റാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത്രത്തോളം അതിന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അടിത്തട്ടിലെ പ്രവർത്തകരെ ഇപ്പോൾ നേതൃത്വത്തിന് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ സാധിക്കും എന്നുള്ളത് സംശയമാണെന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. അതിലെന്തെങ്കിലും വാസ്തുതയുണ്ടോ? അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേഗം പാച്ചപ്പ് ചെയ്തു? അത് വാസ്തവമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട്, അതായത് ഒരു 2-3 പതിറ്റാണ്ട് മുമ്പ് വരെ
പാർട്ടി ഒരു പരിപാടി ഇട്ട് കഴിഞ്ഞാൽ ആരും പോയി ക്ഷണിക്കണ്ട, വരും. അവിടെ ആൾക്കൂട്ടം അറിഞ്ഞു വരും. ആ ആൾക്കൂട്ടത്തിനെ വരുത്താനുള്ള പ്രതിഭയുള്ള നേതാക്കൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സുകളിൽ അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനമുള്ള നേതാക്കളെന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, അന്ന് ഇതിൻ്റെ പോഷക സംഘടനകൾ എന്ന് പറയുമ്പോൾ സ്വതന്ത്ര സംഘടനകളാണെങ്കിലും വിദ്യാർത്ഥി സംഘടനയായാലും യുവജന സംഘടനയായാലും വനിതാ സംഘടനയായാലും ഇതെല്ലാം ഈ പാർട്ടിയോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരു ചരിത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫലമായിട്ടുള്ള ഒരു കേഡർ സ്വഭാവം സ്വാഭാവികമായിട്ട് ഇതിനുണ്ട്. ഇവർ പാർട്ടി ക്ലാസ്സുകൾ നടത്തി ഇതിനെ ബോധവൽക്കരിച്ച് യഥാസമയം ആ പാർട്ടിക്ക് വേണ്ട ഉത്തേജനം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചരിത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആ തരത്തിലേക്കല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ പോക്ക്. ഈ പോക്ക് അതിൻ്റെ മൊത്തത്തിലുള്ള കായികമായ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം പലപ്പോഴും ഈ പാർട്ടി ഒരു പരിപാടി സംഘടിക്കുമ്പോൾ മുൻപ് കാണുന്ന ഒരാൾക്കൂട്ടം എത്താത്തതും, അല്ലെങ്കിൽ ആൾക്കാരെ ഈ കൊണ്ടുവന്ന് എത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതല്ല, ഇതിൽ താഴെ തട്ടിലൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, അതായത് എന്താണ്, ഒരു പാർട്ടിക്ക് വിധേയനായി സാധാരണ ഒരു ജീവിതം, ലളിതമായൊരു ജീവിതവും ജീവിച്ച് പാർട്ടിക്ക് വേണ്ടി മരണം വരെ പോരാടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ഒരു അമർഷമാണ് ഇപ്പം പൊട്ടി പോകുന്നത്. അതെങ്ങനെ പാർട്ടി ടാക്കിൾ ചെയ്യുന്നതനുസരിച്ച് അല്ല, അത് ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ഈ സർവം പരിത്യജിച്ച് പാർട്ടിക്ക് വേണ്ടി അങ്ങനെ വിധേയത്വം കാട്ടിക്കൊണ്ടുവന്ന തലമുറയൊക്കെ പോയി. ആ തലമുറ നാമമാത്രമാണ്. പക്ഷേ അവരിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് വരേണ്ട പിന്നത്തെ ആൾക്കാരെ അതേ പാതയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പലവിധ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്കകത്തിൽ ഈ ആശയപരമായിട്ടുള്ള മാറ്റവും ധാർമ്മികമായിട്ടുള്ള മാറ്റവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ചുതി ഇതിനകത്തിൽ പ്രതിഫലിക്കും. ഇപ്പോഴത്തെ ഇതെല്ലാം ഇലക്ഷനിൽ വരാൻ പോകുന്ന ഈ ഒരു എന്താ പറയുക, ഒരു വോട്ട് കുത്താൻ പോകുന്നതിന് മുമ്പ് സാധാരണക്കാരൻ്റെ മനസ്സിൽ വരാൻ പോകുന്ന ചിന്തകളാണ്. അതാണ് പ്രതിഫലിക്കാൻ പോകുന്നത്. ഒരു നിഷ്പക്ഷ വോട്ടർ, അല്ലെങ്കിൽ പാർട്ടി അനുഭാവമുള്ള വോട്ടർ, കരകളഞ്ഞ പാർട്ടിക്കാരനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പാർട്ടി അനുഭാവമുള്ള ഒരാൾ, അവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ തൊട്ട് മുൻപിലത്തെ മണിക്കൂറുകളിൽ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്തിന് വോട്ട് ചെയ്യണം. അതിനുള്ള ഉത്തരം അവർക്ക് കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അവരെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യുകയുള്ളൂ. അല്ല, ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 10 വർഷം ഒരു പാർട്ടി തുടർച്ചയായി ഭരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംഭവമാണ് ഭരണവിരുദ്ധ വികാരം. അവിടെ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അവരിലേക്ക് കൊണ്ടുവരുന്നത് കുറേയേറെ പദ്ധതികൾ അവർ അടുത്തിടെ നടപ്പിലാക്കിയതാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെ തന്നെ ചില നേതാക്കൾക്കൊക്കെ എതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, ഇതൊക്കെ ഈ ഭരണപാർട്ടി നടപ്പിലാക്കിയ ജനകീയം എന്ന് പറയാവുന്ന പദ്ധതികളെ അതിജീവിച്ച് മുഴച്ചു നിൽക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കരുതാൻ സാധിക്കും? അല്ലല്ല, ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് സാധാരണ വോട്ടറുടെ മനസ്സിൽ തുടച്ചമാക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർ കണ്ടതും നേരിട്ട് അനുഭവിച്ചതുമായ വിഷയങ്ങൾ ഇപ്പോഴും മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രചരണത്തിലൂടെ അടിപ്പെട്ടു പോയി എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. വിരുദ്ധ വികാരമുണ്ട്. അത് കവറപ്പ് ചെയ്യാനാണ് ഗവൺമെൻറ് അവസാന വട്ടം കുറേ ശ്രമങ്ങൾ നടത്തിയത്. ഈ പ്രചരണ കോലാഹലങ്ങൾ, ഉദ്ഘാടനങ്ങൾ, അതെല്ലാം നടത്തിയ ഒരു വികസനത്തിൻ്റെ ഒരു സാധനം കൊണ്ടുവരാൻ നോക്കി. പക്ഷേ അത് എത്രമാത്രം എനിക്ക് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ ആരോഗ്യ സ്ഥാപനങ്ങൾ, ആശുപത്രികളായാലും വിദ്യാലയങ്ങളായാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ നടന്നിട്ടുള്ള വികസനങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികൾ ഉദ്ഘാടനം നടന്നു, ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു, ഇതിനെല്ലാം നല്ല പ്രചാരവും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പം ഉദ്യോഗസ്ഥർക്കിടയിലുള്ള വികാരം വേറെയാണ്. അവർക്ക് ഉള്ളതെന്ന് പറയുന്നത്, അവർക്കിപ്പോൾ അവസാന നിമിഷം വാരിക്കോരി ഇന്ന കാര്യങ്ങൾ ചെയ്തേക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇത് എത്ര നാൾ കൊടുക്കാതിരുന്നിട്ടാണ് അവസാനം ഇത് പറയുന്നതെന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടുത്ത ഗവൺമെൻറ് ആരായിരിക്കും, വന്നാൽ അവർക്ക് കിട്ടുമോ എന്നുള്ള ഒരു ഉറപ്പില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് യഥാസമയം കൊടുത്തില്ല എന്നുള്ളൊരു വികാരം അവരുടെ മനസ്സിലുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ കാണേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് 24 മണിക്കൂറും സമൂഹ മാധ്യമം കണ്ടു തുറന്നിരിക്കുന്ന ഒരു കാലഘട്ടമായത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത്, പോലീസുകാർക്ക് നേരെ ഇന്ന് വ്യാപകമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന കയ്യേറ്റം. അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പരസ്യമായിട്ട് നടു റോഡിൽ വെച്ച് പോലീസുകാരെ
നിയമ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കർത്തവ്യം നിർവഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ സംഭവങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ SI വണ്ടി തടഞ്ഞു നിർത്തി ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ സംസ്ഥാനത്ത് ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരിക എന്ന് പറയുന്നത് ഇതിനെതിരായിട്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇത് സാധാരണക്കാരായ ആൾക്കാർ ഇതൊക്കെ ചിന്തിക്കും. അത് പക്ഷേ ശബരിമല അതുപോലല്ലേ, ശബരിമലയുടെ നമ്മളിപ്പോൾ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കൈകാര്യം ചെയ്ത രീതി, ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ കേസെടുത്തു, അന്വേഷണം വന്നു, പ്രത്യേക അന്വേഷണ സംഘത്തെ വന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് എന്താണ്, മുഴുവൻ പ്രതികളും ഒന്നിനു പുറമെ നന്നായി ഇറങ്ങി പോകുന്നു. ഈ പത്മകുമാറിനെതിരെ എന്ത് നടപടിയാണ് എടുത്തത് പറയാം. ഇപ്പം ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പേരിന് എടുത്തു എന്ന് പറയാൻ വേണ്ടിയുള്ള നടപടി. അതേസമയം അത് ആദ്യമേ ചെയ്തിരുന്നെങ്കിലോ. ശരിയാണ്. ഇതെല്ലാം എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നതാണ്, ഇവരുടെയും കൂടെ ഒരു സപ്പോർട്ട് അതിന് കിട്ടിയിരുന്നു എന്നുള്ളതല്ലേ. മാത്രമല്ല ഈ ശബരിമല വിഷയത്തിലുള്ള ഒരു പ്രധാന സംഭവം തന്നെ കോടതി വടിയെടുത്തുകൊണ്ട് നിന്നുകൊണ്ട് മാത്രമാണ് ഇടയ്ക്കെങ്കിലും ഈ റിപ്പോർട്ടുകൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകൾ പോലും പലപ്പോഴും കൊടുക്കുന്നത് വെച്ച് താമസിപ്പിക്കുകയായിരുന്നു. ഇത് കോടതിയുടെ അത്രയും ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയെങ്കിലും നടപടികളിലേക്ക്. അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആവത് ശ്രമിച്ചു എന്ന് വരെ ആക്ഷേപം ഉണ്ടായി, മിണ്ടിയില്ലല്ലോ. അപ്പൊ അതെല്ലാം ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ കിടക്കുകയല്ലേ, ഇതെല്ലാമാണ് ഈ വോട്ടിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മൂന്നാം സഖ്യം, അല്ലെങ്കിൽ മൂന്നാമത് ഒരു ശക്തി എന്നുള്ള നിലയിൽ പരിഗണിക്കേണ്ട NDAയുടെ കാര്യത്തിലേക്ക് BJP ഇപ്പോൾ ഒരു ഫോഴ്സ് ടു റെക്കൺ ആയി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് 10-30 മണ്ഡലങ്ങളിൽ 30,000-ലേറെ വോട്ട്, അല്ലെങ്കിൽ വളരെ ആര് ജയിക്കണം ആര് തോൽക്കണം, അല്ലെങ്കിൽ കുറേയേറെ മണ്ഡലങ്ങളിൽ അവർക്ക് ജയിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അവരുടെ പ്രതീക്ഷ പക്ഷേ ഇക്കുറി കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അവരുടെ തന്ത്രം എന്തായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്? അല്ല, അവർ ഇത്തവണ BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം എന്ന് വെച്ചാൽ BJPക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ കേരളത്തിലുണ്ടായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടു, ഒട്ടേറെ കുറേ സീറ്റുകളിൽ അവർ വിജയിച്ചു. പല സ്ഥലത്തും 2ാം സ്ഥാനത്ത് വന്നു. പല അസംബ്ലി, ഞാൻ പറഞ്ഞ മണ്ഡലം തിരിച്ച് നോക്കുമ്പോൾ പല അസംബ്ലി സെഗ്മെൻറ്റിലും 2ാം സ്ഥാനത്ത് BJP വന്നു. അപ്പം ഇത്തവണ അവരൊരു കുറച്ച് സീറ്റുകൾ നേടുകയും കുറേ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരികയും ചെയ്താൽ ഈ പറഞ്ഞ 30-40 സീറ്റിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ വലിയ നേട്ടം തന്നെയായിരിക്കും. അതിനുള്ള ഒരു സാധ്യത കാണുന്നുമുണ്ട്. കാര്യം അവരുടെ ആ ഒരു മണ്ഡലങ്ങളുടെ ഒരു പ്രവർത്തനവും ബാക്കി കാര്യങ്ങളും പണം ഒഴുക്കുന്നുണ്ട് മറ്റുണ്ടെന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് നടന്നുണ്ട്. അതില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മണ്ഡലങ്ങളിൽ ഇറങ്ങി. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ, കോർപ്പറേഷൻ ഇലക്ഷനിൽ കടകംപള്ളി പോലെ CPMൻ്റെ കോട്ടയായിരുന്ന ഒരു വാർഡിൽ BJPക്കാണ് മേൽക്കൈ കിട്ടിയത്. ചെറിയൻകീഴ്, വർക്കല, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെല്ലാം നമ്മൾ നോക്കിയാൽ അറിയാം ഭയങ്കരമായൊരു ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ജാതീയമായ ഒരു ഒഴുക്കും മാറി വന്നിട്ടുണ്ട്. ഈ പിന്നോക്ക, പ്രത്യേകിച്ച് ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങളോട് 2 മുന്നണികളും കാണിക്കുന്ന അവഗണന അത് BJPക്ക് അനുകൂലമായി ചിന്തിക്കാനും ആ സമുദായത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പോയിന്റിലേക്കാണ് എനിക്ക് കൂടുതൽ, അതായത് ഈ ഈഴവ വിഭാഗത്തെ പ്രത്യേകിച്ച് UDF അവഗണിക്കുന്നു. എത്ര പേർ അവർ മത്സര രംഗത്തുണ്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര പേർ അതിൻ്റെ മുകളിലേക്കുണ്ട്, മുകൾ സ്ഥാനങ്ങളിൽ വഹിക്കുന്നുണ്ട്. അവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. LDFൻ്റെ വോട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഈഴവ വിഭാഗത്തിലാണ്. അവിടെയും ഒരു അവഗണന നേരിടുന്നു എന്ന് അവർ ഇപ്പോൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ BJPയിലേക്ക് ഒരു ഒഴുക്ക്, അത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുമോ? അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇലക്ഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വളരെ ശൈലീകൃതമായിട്ടാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിച്ചാലറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഈ കാർഡടച്ചുള്ള ആക്രമണമോ അങ്ങനെയുള്ള പരസ്യ പ്രചരണമോ അല്ല അവർ നടത്തിക്കൊണ്ടിരുന്നത്. അവർ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും അതേസമയം ഭാവിയിൽ കേരളത്തിൽ ഇത്തരം വികസനങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള വളരെ നിശബ്ദമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതേസമയം സംഘടനാതലത്തിലും അവരുടെ മൊത്തത്തിലുള്ള ഈ ഇലക്ഷൻ തന്ത്രങ്ങൾ മെനയുന്നതിലും അവർ വളരെ മറ്റ് 2 മുന്നണികളെക്കാളും വളരെ തന്ത്രപരമായിട്ട് മുന്നിൽ പോവുകയും ചെയ്തു. കാരണം സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കോ ഒരു വിവാദത്തിനും അവർ വന്നില്ല. ഒരു വിവാദത്തിനും വന്നില്ല. അവർ അവസാന നിമിഷം അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം കൃത്യമായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അവർ പ്രത്യേകിച്ച് അവരെ ആരെയും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളും
നടന്നിട്ടില്ല. അതെ, അതിൻ്റെ അവർക്കുള്ള ഒരു ആത്മവിശ്വാസം എന്താണെന്ന് കരുതിയാൽ ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിൽ വന്നു എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ്. രണ്ടാമത് അവർ ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അല്ലെങ്കിൽ BJP മുന്നണിയുടെ അധികാരത്തിൽ വരുമെന്നുള്ള തെറ്റായിട്ടുള്ള ആഗ്രഹമൊന്നും അവർക്കില്ല. അല്ല, അത് പറഞ്ഞപ്പോൾ ശ്രീകുമാർ കോർപ്പറേഷനായിട്ട് പറഞ്ഞു, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ 50 സീറ്റ് BJP പിടിക്കുമെന്നുള്ളത് ഒരു കൊല്ലം മുമ്പാണ് അവർ പറഞ്ഞപ്പോഴും വിശ്വാസമില്ല. എല്ലാവരും CPM ഉൾപ്പെടെയുള്ള നമുക്ക് അറിയാവുന്ന അവഗണിച്ചാണ്. ഇപ്പം അവർ പറയുന്നത് നിയമസഭയിൽ കുറഞ്ഞത് 40 സീറ്റിലെങ്കിലും ഞങ്ങൾ ഭരണം പിടിക്കുമെന്ന് പറയുന്നു. അത് അവർ ആണെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ അവർ അതനുസരിച്ചുള്ളൊരു വർക്ക് അല്ല, അവർ വർക്ക് നടത്തുമെന്ന് പറഞ്ഞാൽ അതാണ് അവർ കണക്കൂട്ടെന്ന് പറഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ വരുമെന്നൊന്നും അവർ വ്യാമോഹിക്കുന്നില്ല. പക്ഷേ അവരുടെ കണക്കൂട്ടലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളുണ്ട്. ഏതാണ്ട് 10-30ഓളം മണ്ഡലങ്ങളുണ്ട്. അതുകൂടാതെ അവർക്ക് നേരത്തെ നിയമസഭയിൽ ഒരു അംഗം ഉണ്ടായിരുന്നതാണ്. ഈ സ്ഥാനത്ത് അവരൊരു കുറഞ്ഞത് ഒരു 1/4 ഡസൻ അംഗങ്ങളെ സഭയിലെത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടവും വലിയ ആത്മവിശ്വാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കും അവർ ഭാവിയിലേക്കുള്ള അവരുടെ പ്രയാണം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അല്ല, അവരുടെ പല മേഖലകളിലെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ വലിയ കോൺഫിഡൻസ് ആണ് അവർക്ക്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവല്ലയിൽ നോക്കുമ്പോൾ അനൂപ് ആൻ്റണി വളരെ കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും, വിജയിച്ചാൽ പല പ്രവർത്തകരോട് നല്ല മത്സരമാവുന്നുണ്ട്. പാലക്കാട്, മഞ്ചേശ്വരം, അതുപോലെ തന്നെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവിലും അവർക്ക് വിജയപ്രതീക്ഷ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിൽ ചോദിക്കുമ്പോൾ അവരും കോൺഫിഡൻ്റ് ആണ്. അല്ല, വട്ടിയൂർക്കാവ് നിയമവും കഴക്കൂട്ടവും കമ്പയർ ചെയ്യുന്നത് പോലെ വട്ടിയൂർക്കാവ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു സാധ്യതയുണ്ട്. സാധ്യത അത് അവർ വർക്ക് ചെയ്ത് കയറുന്നതനുസരിച്ചിരിക്കും. അതെ, ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നേമത്തെ വോട്ട് ഷെയറിൽ അവർക്കുണ്ടായിട്ടുള്ള വർധനവ് സംബന്ധിച്ചുള്ള ഒരു കണക്കും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള ഒരു വർധനവ്. അല്ല, നേമത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ശബരിനാഥ് കൂടി കോൺഗ്രസിൻ്റെ ഒരു നല്ല കാൻഡിഡേറ്റാണ്. ശബരിനാഥ് കൂടി വന്നതോടുകൂടി മത്സരം നല്ല ഇതായിരിക്കും. നമുക്കൊരു എന്താ പറയുക, അങ്ങനെ ഈസി വാക്ക് ഓവർ ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ ശബരിനാഥ് നല്ല വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുക LDFനായിരിക്കും. BJPക്ക് ആയിരിക്കില്ല, LDFനായിരിക്കും ഗുണം ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് BJP അത് കണ്ടുകൊണ്ട് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സാധ്യത നിലനിർത്താൻ പറ്റും. അത് ശരി. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ VK പ്രശാന്തും കെ മുരളീധരനും തമ്മിലുള്ള ഫൈറ്റ് സ്ട്രോങ് ആയിരിക്കും, ഇൻറ്റൻസ് ആയിരിക്കും. കെ മുരളീധരൻ്റെ പരിചയസമ്പത്തും പ്രശാന്തിന്റെ നേരത്തെ കെ മുരളീധരൻ സ്വന്തം തട്ടവാക്കി വെച്ചിരുന്ന മണ്ഡലമാണ്. പിന്നെ മുരളീധരൻ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ആ മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ കോൺഫിഡൻസ്. മാത്രമല്ല അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ UDFന്റെ മുഴുവൻ ചുമതല കൊടുത്തിരുന്നത് കെ മുരളീധരനാണ്. കഴിഞ്ഞ കൗൺസിലിൽ 8 കോൺഗ്രസ് അംഗങ്ങളും 2 ലീഗ് അംഗങ്ങളും ഉൾപ്പെടെ 10 പേരാണ് UDFനുണ്ടായിരുന്നത്. ഇന്നത് 20 എണ്ണമാണ്. അതെ, അതിൽ പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ, സംഘടന ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് അത് സെറ്റ് ചെയ്തെടുക്കുന്നതിന് നല്ല മിടുക്കനാണ്. പക്ഷേ പ്രശാന്ത് പറയുകയാണെങ്കിൽ പ്രശാന്ത് വാർഡിൽ കുറേ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ. വട്ടിയൂർക്കാവ് ആ റോഡ് വികസനം കുറേ ദീർഘകാലമായിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. മണ്ണാമൂല വഴി വട്ടിയൂർക്കാവ് വഴിയുള്ള റിംഗ് റോഡ്. അപ്പം അങ്ങനെ കുറേ മുടങ്ങിക്കിടന്ന കുറേ കാര്യങ്ങൾ പ്രശാന്തിൻ്റെ പീരീഡിൽ പ്രശാന്ത് നിശബ്ദമായി നടത്തിയെടുക്കും. അത് പ്രശാന്തിനൊരു മേൽക്കൈ ഉണ്ടാക്കുമെന്നാണ്. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് BJPക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു മണ്ഡലം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് അവർക്ക് വളരെ കൺസിഡറബിൾ ആയിട്ടുള്ളൊരു വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. കഴക്കൂട്ടം BJPക്ക് വളരെ ചാൻസ് ഉള്ളൊരു മണ്ഡലമാണ്. കാര്യം വെച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളത് മണ്ഡലം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. CPMൻ്റെ പല കോട്ടകളിൽ നിന്നും BJPയിലേക്കാണ്, അല്ല കോൺഗ്രസിലേക്കല്ല, കോൺഗ്രസിനോ മറ്റൊന്നുമല്ല. CPM വോട്ടുകൾ മറിഞ്ഞത് ആരും പ്രതീക്ഷിക്കാത്തതാണ്. CPMൻ്റെ കുത്തകയായിരുന്ന പല വാർഡുകളും, ഞാൻ പറഞ്ഞ നേരത്തെ കടാമ്പള്ളി ഉൾപ്പെടെ, കടാമ്പള്ളിയുടെ ഒരു എന്ന് പറയുന്നത് CPM കോട്ടയായിരുന്നു. അവിടെ പോലും BJPക്ക് നല്ല മജോറിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി വരികയാണ്. അവിടെയാണ് നമ്മളെല്ലാം നേരത്തെ പറയുന്ന ഈഴവ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ. അതെ, തീർച്ചയായിട്ടും. അവിടെ അന്ന് നേരത്തെ നായർ വോട്ടുകളാണ് കൂടുതലായി ഉണ്ടായിരുന്നത് BJPക്ക്. ഇപ്പോൾ ഈഴവ വോട്ടുകൾ നന്നായി BJPയിലേക്ക് പോകുന്നുണ്ട്. കൂടാതെ തന്നെ ഈ വി മുരളീധരൻ എന്ന പക്വതയുള്ള നേതാവിന്റെ ഇടപെടലും വളരെ ക്യാമ്പ് ചെയ്ത് കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നതാണ് പ്രതീക്ഷ. പിന്നെ ഇപ്പോൾ ശരത്ത് വന്നപ്പോൾ ഒരു മത്സരം ഒന്ന് ഘടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ നേരത്തെ വളരെ ഈസി വാക്കവറെന്ന് പറഞ്ഞെങ്കിൽ അത് മാറി.
കോൺഗ്രസിന് ഒരു ഫൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. ശരത്തിൻ്റെ 2 ദിവസം കൊണ്ട് തന്നെ ശരത്ത് അത് കോപ്പപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. വേറൊന്ന് എനിക്കറിയാൻ താല്പര്യമുള്ളത്, ഇടയ്ക്ക് UDF-ന് എതിരെ വന്നിട്ടുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർക്ക് ബാക്ക്ലാഷ് വളരെ തിരിച്ചടി നൽകുന്ന ഒരു സംഭവമായിരിക്കും എന്നുള്ളതാണ്. കാരണം UDF അധികാരത്തിൽ വന്നാൽ ലീഗിന് അപ്രമാദിത്വം ഉണ്ടാവും. ലീഗിനെ നയിക്കുന്നത് ഇപ്പോൾ പഴയ ലീഗല്ല, ജമാഅത്തയുടെ സ്വഭാവം അവർക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു നറേറ്റീവിനെ അല്ലെങ്കിൽ ആ ഒരു പ്രചാരണത്തെ അതിജീവിക്കുവാൻ UDF-ന് സാധിച്ചിട്ടുണ്ടോ ഈ സമയത്തിനകം? അല്ല, അത് എനിക്ക് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടി അത് ഫലപ്രദമായി ടാക്കിൾ ചെയ്തെന്നാണ് എനിക്ക് അതുകൊണ്ട് അല്ല, മാത്രമല്ല UDF-ൻ്റെ പണ്ടത്തെ UDF അല്ല ഇപ്പോഴത്തെ UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ അവർ ദൃഢതയോടുകൂടി അഭിപ്രായങ്ങൾ പറയുകയും അതിനകത്തിൽ ആ പറയുന്ന അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മൾ PV Anwar വിഷയം മുതലുള്ള ഇങ്ങോട്ട് നോക്കുമ്പം നമ്മൾ മനസ്സിലാകും. അതിനകത്തൊരു കമ്മ്യൂണിറ്റിയുടെ പിന്തുണ എന്നുള്ളത് അല്ലെങ്കിൽ വേറൊരു വിഭാഗം എന്നുള്ളതല്ല, അതിന് എടുത്ത നിലപാടുകളിൽ അവർ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ലീഗിനും കാര്യങ്ങൾ മനസ്സിലാക്കി അവരിതിൻ്റെ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് UDF-ഉമായിട്ട് ഏറ്റവും UDF-ൽ ഏറ്റവും കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ശ്രമിക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. അത് അവരുടെ ജനറൽ സെക്രട്ടറിയൊക്കെ പല വിഷയങ്ങളിലും പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ പല വിഷയങ്ങളിലും പ്രതികരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ. അല്ലാതെ അവർ ഷാജിയുടെ നേതൃത്വത്തിൽ വേറൊരു ഗ്രൂപ്പ് അതിനകത്ത് ഫോം ചെയ്ത് ലീഗിൻ്റെ കാര്യമാണ്. അതെ അതെ അതെ. പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഫലപ്രദമായിട്ട് തൻ്റെ ഒരു സീറ്റ് തന്നെ വച്ച് മാറിക്കൊടുത്ത് KM ഷാജിയെ കൂടെ കൊണ്ടുവന്നു. അതെ. മുനീറിനെ ഒഴിവാക്കുകയും ചെയ്തു. അതെ. ആരോഗ്യ പ്രശ്നമാണ് പറഞ്ഞതെങ്കിലും മുനീറിനെ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ ലീഗ് അവരുടെ സീറ്റുകൾ സേഫാക്കുന്ന കാര്യത്തിൽ വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുണ്ട്. മാത്രമല്ല അവർ കടുംപിടുത്തം പഴയതുള്ള കടുംപിടുത്തം സീറ്റുകളുടെ കാണിച്ചില്ല. ഇത്തവണ അത് കാണിച്ചില്ല. പക്ഷേ ഈ കേരള കോൺഗ്രസ് ക്ഷയിച്ചില്ലേ, അത് അവർക്ക് ക്ഷീണം ചെയ്യുമോ മധ്യ കേരളത്തിൽ? കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ്സിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രബല വിഭാഗം ഇടതുപക്ഷത്താണ്, ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷത്ത് വന്നുവെങ്കിലും അവരുടെ ശരീരം മാത്രമാണ് ഇവിടെ, ആത്മാവ് UDF-നൊപ്പമാണ് എന്നാണ് പറയുന്നത്. അല്ല, ഈ കേരള കോൺഗ്രസിൻ്റെ 2 വിഭാഗത്തിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സീറ്റുകളുടെ കാര്യത്തിലും ഒക്കെ ചില പ്രശ്നങ്ങൾ, ഘടകകക്ഷികളിൽ 2 മുന്നണിയിലെയും ഘടകകക്ഷികളിൽ പ്രധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന 2 കക്ഷികൾ കേരള കോൺഗ്രസ് മാണി വിഭാഗവും മാണി വിഭാഗത്തിൻ്റെ പല സീറ്റിൽ എതിർക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇപ്പോൾ ഇടുക്കി തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നല്ല മത്സരം വരും. കോട്ടയം ജില്ലയിൽ പല സീറ്റിലും നല്ല മത്സരം വരും. അങ്ങനെ മാണി ഗ്രൂപ്പിന് അങ്ങ് ഈസി വാക്ക് ഓവറൊന്നും പറ്റില്ല. പാലായി പോലും വളരെ ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. വലിയ മത്സരമായിട്ട് മാറും. NDAയും സ്ട്രോങ് കാൻഡിഡേറ്റിനാണ്. നമ്മൾ വിചാരിക്കുക, എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരു വളർച്ച നേടിയ നേതാവാണ് ഷോൺ ജോർജ്. വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി അവതരിപ്പിക്കുന്ന, മാധ്യമങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാവുന്ന ഒരു നേതാവാണ്. അത് വളരെ ഇഫക്റ്റീവായിട്ട് അദ്ദേഹത്തിന് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിലേക്കും, കാരണം അവിടെയൊക്കെ കുടുംബ വോട്ടുകൾ വളരെയേറെ വലിയ. അത് ശരിയാണ്. പിന്നെ ഒരുപാട് വിഷയങ്ങളിൽ നിയമപരമായിട്ടുള്ള നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അതെ, അതും ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പോൾ മാണി സാറിനുണ്ടായിരുന്നൊരു സ്വീകാര്യത പാലാമണ്ഡലത്തിൽ മകനില്ല, ജോസ് കെ മാണിക്കില്ല. പക്ഷേ ഒരു പുള്ളിയോട് എന്താ അറിയില്ല, വ്യക്തിപരമായി ഭയങ്കര ഒരു എതിർപ്പുണ്ട്. അതാണ് കഴിഞ്ഞ തവണയും പറ്റിയത്. ഇത്തവണയും അതിനെ എങ്ങനെ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പം KM മാണി എന്ന് പറയുന്നത് അദ്ദേഹം ഈ കേരള കോൺഗ്രസ് രൂപീകരിച്ച് ജനങ്ങൾക്കിടയിൽ താഴേന്ന് പ്രവർത്തിച്ച് വന്ന് അതിൻ്റെ ഒരു നായകസ്ഥാനത്ത് എത്തിയ ആളാണ്. ജോസ് കെ മാണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം കരിയർ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ല. അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ നിന്ന് ഒരു ഘട്ടത്തിൽ മാറി വന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നയാളാണ്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ആ ശൈലി അനുസരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ മാറ്റിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതേസമയം PJ ആണെങ്കിൽ പുള്ളി അത് മാന്യമായി ഒഴിഞ്ഞു മാറി, മകനെ ഏൽപ്പിച്ചു, തട്ടേൽപ്പിച്ചു. ആ ഒരു മത്സരത്തിൻ്റെ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുവിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പം ഈ സമീപകാലത്തുണ്ടായി, ഇപ്പം സുധാകരൻ്റെ ഇഷ്യൂ തന്നെ പറയാം. കോൺഗ്രസ് ഒരു അടമൻ സ്റ്റാൻഡ് എടുത്ത്, അതെനിക്ക് തോന്നുന്നു കുറച്ച് സതീശനും ഒരു പിടിവാശിയും കൂടെ ഉണ്ട്. എന്നാൽ പോലും അത് ഒരർത്ഥത്തിൽ ഗുണം ചെയ്യത്തേ ഉള്ളൂ. കാര്യം വെച്ചാൽ നമുക്കറിയാം PV Anwarൻ്റെ ഇഷ്യൂ, ഇപ്പോൾ ഇത് സുധാകരൻ്റെ ഇഷ്യൂ, മാങ്കൂട്ടം ഈ വിഷയങ്ങളിലെല്ലാം VD സതീശൻ വളരെ സ്ട്രോങ്ങും അഡമൻ്റായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തു. ഒരു പക്ഷേ സതീശൻ അയച്ചിരുന്നെങ്കിൽ സുധാകരന് സീറ്റ് കിട്ടിയനായിരുന്നു. ശരിയാണ്, കണ്ണൂരിൽ കിട്ടിയനായിരുന്നു. ശരി, ലാസ്റ്റ് മിനിറ്റിൽ സതീശൻ, പക്ഷേ സതീശൻ അവസാനം വരെയും ഉറച്ചു നിന്നു. അതാണ് പിന്നെ ഹൈക്കമാൻഡ് ആ രീതിയിൽ ചിന്തിച്ചതും പ്രശ്നം വന്നപ്പോൾ ആന്റണിയും ഒക്കെ ഇടപെട്ടതങ്ങ് സോൾവ് ചെയ്തു. സുധാകരനും മനസ്സിലായി ആന്റണി ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു ശരിയായ സമയത്ത് ശരിയായ ഇടപെടൽ. അല്ല, അത് അവർ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതായിരിക്കും. നേരത്തെയും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അവിടുന്ന് എപ്പോഴും ഇദ്ദേഹത്തിന്റെ ഉപദേശം തേടാറുണ്ട്. അദ്ദേഹം വളരെ അതിനകത്ത് രാഷ്ട്രീയ തന്ത്രജ്ഞതയുള്ള ഒരാളും കൂടിയാണ് അദ്ദേഹം. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആന്റണിയെ പോലുള്ള നേതാവ് പറയുമ്പോൾ സുധാകരന് നോ പറയാനും പറ്റത്തില്ല. പുള്ളിയെ പറഞ്ഞല്ലോ, ഭരണത്തിന് പഠനം കിട്ടാനുള്ളതിന് തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞു.
ഓക്കെ. അതാണ് ആന്റണി സുധാകരനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു വന്നത് വി.ഡി. സതീശനും കൈക്കൊണ്ട ചില നിലപാടുകൾ അടവൻ്റായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അത് പുള്ളി അത് എങ്ങനെയും ഭരണം കൊണ്ടുവരുന്നതിനുള്ള ഒരു ഭയങ്കരമായ ഒരു വർക്കാണ് പുള്ളി നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് കൊണ്ടുവന്ന ഈ അഴിമതി ആരോപണങ്ങൾ തന്നെ പുള്ളി ഉയർത്തിക്കൊണ്ടുവന്ന ഇഷ്യൂസാണ് എല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. അതെ അതെ. ഈ രമേശ് ചെന്നിത്തലയുടെ ലീഡർഷിപ്പ് വളരെ ഗംഭീരമായിട്ട് ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ആ ഒരു മുതിർന്ന അതെ ആ ഒരു പ്രസൻസ് ചുമതല അദ്ദേഹത്തിനാണ്. അതെ പ്രചരണ സമിതി അധ്യക്ഷനാണ്. അത് അദ്ദേഹം ഫലപ്രദമായി അത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും UDF ക്യാമ്പ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കോലാഹലം കൊണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. UDF ക്യാമ്പിന് UDF സഞ്ചരിച്ചുകൊണ്ടിരുന്ന ലൈനിൽ നിന്ന് ട്രാക്ക് തെറ്റി. പക്ഷേ അവർ വീണ്ടും അല്ല ഈ വേറെ കാര്യം ശ്രീമാരെ ശ്രദ്ധിച്ചറിയാം, പണ്ട് ഇതിനേക്കാളും അപ്പുറത്തെ അടിയും ലാസ്റ്റ് നോമിനേഷൻ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ദിവസം അവസാന നിമിഷത്തിൽ വരെ സ്ഥാനാർത്ഥി നിശ്ചയിച്ച സമയം അടിയിലുണ്ടായിട്ടുണ്ട്. ഇതിനേക്കാളും ഭീകരമായ വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു ആന്റണിയും. പക്ഷേ അതിന് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്നത്തേതായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് പ്രബലമായിട്ടുള്ള ഗ്രൂപ്പുകളുടെ പേരിലാണ്. ഇപ്പം ഗ്രൂപ്പല്ല, അവിടെ വ്യക്തിപരമായ പേരിലാണ്. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു അത് ഇനിയുള്ള ദിവസങ്ങളങ്ങ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ അതൊക്കെ മാറി വരാം. ഓക്കെ. ഒറ്റ കാര്യത്തിൽ കൂടി രണ്ടുപേരുടെയും വേഗത്തിലൊരു അഭിപ്രായം. അതായത് ജി സുധാകരൻ നമുക്കറിയാം മന്ത്രി എന്നുള്ള നിലയിൽ പേരെടുത്ത നേതാവ്. നേരത്തെ നമ്മൾ സംസാരിച്ചു, ചെറുതായി സൂചിപ്പിച്ചുവെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് UDFൻ്റെ പിന്തുണയുണ്ട്. അവിടെ ഒരു അട്ടിമറി വിജയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഞെട്ടിപ്പിക്കുന്ന വിജയം നേടാൻ സാധിക്കുമോ? അത് എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ സാധ്യത കുറവാണ്. കാരണം കുറവാണെന്ന് പറയാൻ കാരണം അദ്ദേഹം UDFൻ്റെ പിന്തുണ അദ്ദേഹം തേടിയിട്ടില്ല. UDF പിന്തുണയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ നടത്തിയിട്ടുള്ള ചില മാറ്റിമറിച്ചിലുകളുണ്ട്. അതായത് UDFൻ്റെ പിന്തുണ കിട്ടുമെന്ന് ഉറപ്പാക്കിയതിന് ശേഷം പിണറായി മുഖ്യമന്ത്രിയാവുന്നത് കൊള്ളാവുന്ന ഒരു അഭിപ്രായം പറയുന്നു. അത് കഴിഞ്ഞ് അതിനടുത്ത ദിവസം ഫേസ്ബുക്കിൽ കൂടെ പിണറായിക്ക് ഇനി കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഒരു ഈ ഈ ഒരു മധ്യവർത്തികളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊരു ആശയക്കുഴപ്പമാണ്. ഇതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നാളെ ഈ പിന്നെ UDFൻ്റെ പിന്തുണയോട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ തലവേദനയായിരിക്കും. CPM ഉണ്ടായിരുന്നതിനേക്കാളും ഏറിയ തലവേദന അപ്പോൾ അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഓക്കെ. എന്തായാലും അതാണ് ഈ നിലവിലെ ചിത്രം. UDF ഒരല്പം പാളം തെറ്റിപ്പോയി എങ്കിലും തിരികെ റൂട്ടിലെത്തിയിരിക്കുകയാണ്. അവർക്കിനി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നാണ് ഇരുവരും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ LDFനെ വില കുറച്ച് കാണരുത്. അവർ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ നേതൃത്വത്തിൻ്റെ കരുത്തുപയോഗിച്ചുകൊണ്ട്, അനുസരണയുള്ള അണികളെ ഉപയോഗിച്ചുകൊണ്ട് UDFനെ മറികടക്കുവാൻ ഏത് തന്ത്രവും പയറ്റി അവർ മുന്നോട്ട് കുതിക്കും. അതുകൊണ്ട് UDF ജാഗ്രതയിൽ. നിങ്ങളുടെ വിജയത്തിൻ്റെ ആണിക്കല്ലിരിക്കുന്നത് നിങ്ങളുടെ ഒത്തൊരുമയിലാണ്. NDA ക്യാമ്പിലേക്ക് പോകുമ്പോൾ BJP വളരെ ആസൂത്രിതമായി മുന്നോട്ട് പോകുന്നു. തന്ത്രപരമായി തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ അവർ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം, അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉദ്യോഗജനകമായ തിരഞ്ഞെടുപ്പായിരിക്കും ഇക്കുറി കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. ചർച്ചയിൽ പങ്കെടുത്ത ഇരുവർക്കും നന്ദി. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.